മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞു. അങ്ങനെയുള്ള ചെറുപ്പക്കാർ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരും എന്റെ നാട്ടിൽ നടത്തുന്ന എന്റെ നാട്ടുകാരെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനത്തിന് ഞാൻ ഭാഗമാക്കാത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് പാവപ്പെട്ട സഹോദരന്മാർ വേണ്ടുന്ന പോലെ അതിനുള്ള സഹായം നൽകി എന്ന് മാത്രമല്ല, എന്നിട്ട് അവർ പറയാണ്, ഉസ്താദ് നിങ്ങളൊന്നും പേടിക്കാൻ, ഇതിനൊന്നും ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 10,000 കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അൽഹംദുലില്ലാഹ്, ഇത് അള്ളാഹു നൽകുന്ന ഒരു ദീനി ബോധമാണ്. ഇത് വരും തലമുറയിലേക്ക് പുതിയൊരു ജനറേഷൻ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് പുതിയൊരു തലമുറയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്, തീർച്ചയാണ്. ഇന്നവിടെ ഒരു ഗാനമേളക്ക് സ്കോപ്പില്ല. മ്യൂസിക്കിന്റെയും മറ്റും അകമ്പടിക്ക് ഒരു ഗാനമേള നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ആൾ പോകൂല. ആ രീതിയിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ മാറി. ഞാൻ കൃത്യമായിട്ട് പറയും, ഇന്ന് അവിടെ നാട്ടിൽ കാരണങ്ങളൊക്കെ തീരുമാനിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരവസാനം ഖുർആനിന്റെ പരിപാടിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ മാറി എന്നറിഞ്ഞപ്പം അങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം അവർ നിർത്തിവെച്ചു. ഇന്ന് ആ നാട്ടിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മിലേക്ക് നോക്കി എന്നുള്ളതിന് തെളിവാണ്. ഞാൻ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഈ പരിപാടിയുടെ വിശദീകരണം വിശാലം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ഈ പരിപാടി ഉദ്ദേശിക്കുന്നതിന്റെ ഡേറ്റ് ഔദ്യോഗികമായിട്ട് നമ്മളോട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിലൂടെയുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലൂടെ മനുഷ്യൻ എങ്ങനെ പോകണം എന്നുള്ളതാണ് എക്സ്പ്രഷൻ. അതിന്റെ ചെറിയൊരു പ്രോഗ്രാം മാത്രമായിട്ടാണ് വരുന്നത്. ഈ പരിപാടിയുടെ പദ്ധതിയുടെ പ്രചരണാർത്ഥം ഏകദേശം 10-20ഓളം മഹല്ലുകളിൽ നോട്ടീസ് അടിക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നോട്ടീസ് അടിക്കാണ്ട് പരിപാടി നടത്താൻ പറ്റുമെന്നാണ്. അത് നോട്ടീസ് ഒക്കെ അടിച്ചിട്ട് അവസാനം 1000-2000 അടിച്ചിട്ടുണ്ടാവും. 500 നോട്ടീസ് ബാക്കി അടിച്ചോണ്ട് വീട്ടിൽ തന്നെ ബാക്കിയുണ്ടാവും. പൊതുവെ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ചെറുപ്പക്കാർ രാത്രി കാലങ്ങളിൽ വരെ നോമ്പിനും അതേപോലെ ഇവിടെ വന്നപ്പം ജോലിയുള്ള സമയങ്ങളിൽ വരെ അബൂദാബിയിൽ വരെ പോയിട്ട് ക്ഷണിക്കാനും നമ്മുടെ സഹോദരന്മാർ തയ്യാറാകുന്ന ഒരു സാഹചര്യം. അൽഹംദുലില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഖുർആനിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു പരിപാടി അങ്ങനെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് പോകുന്നത്. ഓഗസ്റ്റ് 15 വരുമ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് പാനലൊക്കെ തയ്യാറാൻ പ്രത്യേകമായിട്ടുള്ള അതിനെ ഡിസൈനൊക്കെ നടത്തി കൃത്യമായ രീതിയിൽ ഓരോ ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മളിവിടെ പരിപാടി നടക്കുമ്പം കുവൈത്തിലും ഖത്തറിലും അതുപോലെ നമ്മുടെ നാടുകളിലും ചെറുപ്പക്കാരെ കാത്തിരിക്കാൻ ഇതിനെങ്ങനെ എനിക്ക് സഹകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പരിപാടിക്ക് വരാത്ത ആളുകൾ റൂമിൽ ഇരുന്നിട്ട് എനിക്കെന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ സെൽഫി ഓണാക്കിയിട്ട് ഞാനും എല്ലാവരും ആശംസകളും നേരുന്നു എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമികമായ ഒരു സ്പിരിറ്റ്, ഇത് ദീനിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പിരിറ്റാണ്. അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതായിട്ട് മാറും. ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളതായിട്ട് അത് മാറാൻ പാടില്ല. ഇവിടെയുള്ള ലക്ഷ്യം എന്താണ്? ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി പകരുക എന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യം. അള്ളാഹു അങ്ങനെ ആക്കി പെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിനൊരു പ്രഖ്യാപനം നമ്മളൊന്ന് നടത്തി. പ്രഖ്യാപനം ഖുർആനിലൂടെ ഒരു യാത്രയാകുന്നത് ഇൻഷാ അല്ലാഹ് ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പറ്റിയാവുന്നല്ല. അപ്പം എല്ലാവരും ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമൊക്കെയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇവിടെ എന്തായാലും നമ്മൾ പ്രഗത്ഭരായ ആളുകളും ഉസ്താദുമാരൊക്കെ ഉള്ള ഒരു വേദിയാണ്. അതോടൊപ്പം തന്നെ 40 പേരുള്ള ഒരു മജ്‌ലിസിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാകും എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഖുർആനിന്റെ ഇതിന്റെ എല്ലാ പരിപാടിയും അങ്ങനെയാണ്. ഒരുപാട് പരിപാടികൾ മൊത്തമായിട്ട് ഒരു വെറൈറ്റി ഉള്ള ഒരു പരിപാടിയാണ്. ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ഇതിന്റെ ഇതുവരെ നടന്ന പരിപാടികളും ഒക്കെ അങ്ങനെയുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രഖ്യാപനവും നമുക്ക് ഖുർആനിലൂടെ തന്നെയാവണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിഷമമില്ലാത്ത ആളുകളെ കൊണ്ട് എഴുന്നേറ്റിരിക്കുക. നമ്മളൊരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഏതെങ്കിലും ഒരാളല്ല, വിഷമുള്ള ആരും എഴുന്നേൽക്കാൻ പാടില്ല. ഒന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖുർആനിലൂടെ ഒരു യാത്ര എന്നതിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇവന്റ് ഖുർആനിക് എക്സ്പ്രഷൻ, അതോടൊപ്പം അനുബന്ധിച്ചിട്ടുള്ള വൈദ്യ പരിപാടികളും മറ്റു കാര്യവും 2015 ഡിസംബർ 16, 17, 18, 19, 20 തീയതികളിൽ കാഞ്ഞങ്ങാട് കാർഗിൽ നഗറിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടക്കുന്നതായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു
സമൂഹത്തിന് ഉപകരിക്കുന്ന, നമ്മുടെ പിൻതലമുറക്കാർക്ക് ഉപകരിക്കുന്ന വലിയൊരു പരിപാടിയായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇതിന്റെ പരിപാടി, ഇതിന്റെ കൃത്യമായി പറഞ്ഞാൽ സ്വാഗത സംഘ രൂപീകരണം ഇതുവരെ നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാട്ടിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ സ്വാഗത സംഘ രൂപീകരണമാണ്. പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നാടുകളിലാളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് പറയുക. അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ പരിപാടി ഏകദേശം നിങ്ങൾ ആ സമയത്ത് വന്നാൽ 2 കൊല്ലമുണ്ട്, നിബിധനം കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നമ്മുടെ പ്രവാസി സഹോദരന്മാർ തന്നെയാണ്. അവർ വളരെ കഷ്ടത്തോടുകൂടി ഇതിനോട് പ്രവർത്തിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് വന്നാൽ നമ്മുടെ നാട് നിബിധനം കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമാകും. അതോടൊപ്പം തന്നെ വലിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് സാധ്യമാകും. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. ഇതിനുള്ള അള്ളാഹു എല്ലാവരും സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി തരുമാറാവട്ടെ. ഈ പരിപാടിയുടെ 1ാമത്തെ ദിവസം 16-ാം തീയതി ബുധനാഴ്ച രാവിലെ കൃത്യമായി ഇന്ന് ഇതുവരെ നമ്മുടെ നാടുകളിൽ ഒരുപാട് സംഗമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊക്കെ വിഭിന്നമായി രാവിലെ 6 മണി മുതൽ 8 മണി വരെ കൃത്യമായി അന്ന് സെൽഫ് പ്രിപ്പറേഷൻ മീറ്റിംഗ് എന്ന പേരിൽ സംഘാടകരെ മാത്രം വിളിച്ചിട്ട് എന്താണ്, ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്, നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാവണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ് അവർക്ക് കൊടുക്കാം രാവിലെ 6 മണി മുതൽ 8 മണി വരെ. അതോടൊപ്പം തന്നെ സഹോദരിമാരായ ആളുകൾക്ക് വളണ്ടർമാരായിട്ടും അതേപോലെ തന്നെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ത്രീകളെ തന്നെ പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വലിയൊരു നേട്ടമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ നാടുകളിലുള്ള മദ്രസകൾക്കൊക്കെ ഈ ഒരു പരിപാടിയിലൂടെ വലിയൊരു നേട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഒരു രീതിയിലാണ് നമ്മുടെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അന്ന് രാവിലെ പതാകോയർക്കൽ 10 മണി, എക്സിബിഷൻ ഉദ്ഘാടനം 10:30, പൊതുസമ്മേളനം, പിന്നെ രാത്രി പ്രഭാഷണമാണ്. രാത്രി പ്രഭാഷണം കഴിഞ്ഞാൽ ഏകദേശം 12 മണിയാവും. അന്ന് സംഘാടകർ പോയി തുടങ്ങിയാൽ പിറ്റേന്ന് സുബി ഉണ്ടാവില്ല. അത് നമുക്ക് പറ്റൂല, കർശനമായിട്ടുള്ള നിയമമുണ്ട്. എന്തായാലും ഇതിനുവേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് സുബി നിസ്കാരം തള്ളാൻ പാടില്ല. രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഖുർആനിക് ലിവിംഗ് എന്ന പേരിൽ ഒരു സെഷൻ ആരംഭിക്കും. ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഖുർആനിലൂടെ ജീവിച്ചാൽ മാത്രം പോരാ, അതിന്റെ തുടക്കത്തിന് കാരണമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് തുടർന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്ന് അന്നുള്ള പ്രഖ്യാപനത്തിലുണ്ടാവും. ഖുർആനിക് ലിവിംഗ് എന്ന പേരിൽ കൃത്യമായി ഖുർആൻ പഠനത്തിന്റെ രീതി. അന്ന് സെഷൻ 2 ജൽവയെ ഖിറാഅത്ത്, അതുപോലെ സെഷൻ 3 ഖുർആൻ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്. ഇന്ത്യയിൽ തന്നെ ആയിട്ടുള്ള മൊത്തം നാഷണൽ ലെവലിൽ ഖുർആനിക് റെസിറ്റേഷൻ പ്രോഗ്രാം നടത്തുക, ഖുർആൻ പാരായണ മത്സരം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ 3-ാം ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ ബേസിക് ഇസ്ലാം എന്ന പേരിൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന നിസ്കാരത്തിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം സെഷൻ 2 മണി മുതൽ അന്ന് വെള്ളിയാഴ്ചയാണ് വരിക അന്ന് സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് എന്ന പേരിൽ അവിടെ കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഏകദേശം സ്കൂളുകളൊക്കെ ബന്ധപ്പെട്ട് മദ്രസകളൊക്കെ ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൃത്യമായ ഓരോ പ്രൊജക്ടുകൾ നൽകി ഈ എക്സിബിഷനിൽ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പറ്റുക എന്ന് അവരോട് തെരഞ്ഞെടുത്ത് അവർക്ക് വിജയികളൊക്കെയായി തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാണ്. സെഷൻ 3 അത്തിലാവ എന്ന പേരിൽ തജ്വീദ് പഠന ക്ലാസ്. സെഷൻ 4 മതപ്രഭാഷണം. അതുപോലെ 19-ാം തീയതി 4-ാം ദിവസം തൂത ഖുർആൻ എന്ന പേര്. ഖുർആനാണ് എല്ലാം ശാസ്ത്രമായ രീതിയിൽ എന്ന് മാത്രമല്ല, ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു മേഖല വരെ ശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പ്രതിപാദിച്ചതാണ്. എങ്ങനെയാണ് നമുക്ക് ആ ജീവിതത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് 4-ാം ദിവസം രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ളത്. സെഷൻ 2 അഖില കേരള ബുർദ ഖവാലി മത്സരമാണ്. നമ്മൾ മനോഹരമായി ഇവിടെ കേട്ടതുപോലെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ആ ഒരു മാസത്തിൽ ഈ ഒരു രീതിയിലുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് വൈകുന്നേരം ഖുർആൻ സെമിനാർ വലിയ പ്രഗത്ഭരായ ആളുകളെ കുറിച്ചുകൊണ്ട് ആ ഒരു പരിപാടി അന്നുണ്ടാകും. 20-ാം തീയതി ഞായറാഴ്ചയാണ് അതിന്റെ സമാപനം നടക്കുന്നത്. ആ സമാപനത്തോടൊപ്പം രാവിലെ 6 മണി മുതൽ 8 മണി വരെ നടക്കുന്നത് സ്പിരിച്വൽ ലിവിംഗ് എന്ന പേരിലുള്ള ഒരു സെഷനാണ്. കൃത്യമായി പറഞ്ഞാൽ തസ്കിയത്ത് ഈ പരിപാടി നടത്തിയ ആളുകൾക്കും വന്ന ആളുകൾക്കും കിട്ടണം, എന്നാലേ ആ പരിപാടി വിജയിക്കും. ആ രീതിയിലാണ്. അതോടൊപ്പം തന്നെ ടാലന്റ് ഷോ എന്ന പേരിൽ വരുന്ന സഹോദരിമാർക്ക് പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള ആർത്തിമാരൊക്കെ വെച്ച് ആ രീതിയിൽ പിന്നെ ടാലന്റ് ഷോ ഉണ്ടാകും.
അതോടൊപ്പം ഈ എക്സിബിഷനിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ആസ്പദമാക്കി എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വെറൈറ്റിയായ രീതിയിൽ ക്വിസ് പ്രോഗ്രാം അതുപോലെയുള്ള ടാലന്റ് ഷോ ഒക്കെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആൻ എടുത്തറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി സഹായകമാകുമെന്ന് വിചാരിക്കുകയാണ്. സമാപന പൊതുസമ്മേളനം, അതിനുശേഷം ഒരു ഉദ്ഘാടന സോമേർ പ്രകാശനവും ഡോക്യുമെന്റ് പ്രദർശനമൊക്കെയുള്ള പരിപാടികൾ അതോടൊപ്പമായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ മീനാത്തീശ്വര ഹോസ്പിറ്റൽ വടപ്പുറം എന്ന് പറയുന്നു, വടകര മുക്കിലും കാർഗിലും അതുപോലെ തന്നെ മീനാത്തീശ്വരം അസാദ് നഗറും ഇഷ്ടമ്മലും ആവിക്കരൊക്കെ അടങ്ങിയ വലിയൊരു പ്രദേശത്തുള്ള 100-300 ചെറുപ്പക്കാർ നമുക്ക് എന്നും കിട്ടുന്ന ഒരു പ്രദേശമാണ്. അൽഹംദുലില്ലാഹ്. ഇത് വലിയൊരു പ്രവർത്തനമായിട്ട് മാറുമെന്ന് മാത്രമല്ല, ഇത് തുടർന്ന് ഒരു സമൂഹം ഏറ്റുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനു വേണ്ടിയിട്ട് രാപ്പകലന്നെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചില ആളുകൾ പേരെടുത്ത് പറഞ്ഞാൽ ചില ആളുകൾക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹു വളരെ മനോഹരമായ വലിയ വിജയമുള്ള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പുതിയൊരു വിശുദ്ധമായ ഖുർആൻ 6-ാം നൂറ്റാണ്ടിൽ അവതീർണമായി ഇന്ന് നമ്മുടെ നാടുകളിൽ പുതിയൊരു അവതീർണതയിലേക്ക് പോകുന്ന ഒരു പുതിയൊരു അവതരണം വിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം ഈ ഒരു പരിപാടിയിലൂടെ. അതാണ് നമ്മുടെ ചെറുപ്പക്കാർ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇതുവരെയും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിഷമിച്ച് ജോലിയിലൊക്കെ ഉള്ള ആളുകൾ വരെ ഇന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി എല്ലാ സമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും 4-5 മാസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഓരോ പരിപാടിക്ക് നല്ലതായ സമയങ്ങൾ ചെലവഴിക്കുകയും നല്ല പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി നമ്മുടെ സഹകരണവും അതിന്റെ പിന്തുണയും ഉണ്ടാവണം. അള്ളാഹു എല്ലാ നിലക്കും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും വളരെ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു എല്ലാവരുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മുടെ പരിപാടിയുടെ പ്രഖ്യാപനം ഇവിടെ കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലൊന്നും ഈ വേദി നീട്ടി നിങ്ങളെ മോശിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ സംഘാടകർ കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നും ഈ പരിപാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ട്. ഇവിടെ കാര്യമായ സിസ്റ്റംസ് ഒന്നും പുറത്തൊന്നും കാണുന്നില്ല, ലാപ്ടോപ്പൊന്നും കാണുന്നില്ല. എങ്കിലും ഇതിന്റെ സംഘാടകർ ഈ പരിപാടി കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ പോലും പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയാണ് പാതിരാത്രിയിൽ. അതുകൊണ്ട് തന്നെ അവരെ പേരുകൾ ഞങ്ങൾ പ്രത്യേകം ഇവിടെ വീണ്ടും പറയുകയാണ്. ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് തീരദേശ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വെള്ളാക്കടപ്പുറം, വടകരമുക്ക്, കാർഗിൽ, മീനാബീച്ച്, ഹദ്ദാദ്, അതുപോലെ തന്നെ ബദരിയാനഗറിന്റെ ഒരു വശം എല്ലാം കൂടിച്ചേർന്ന് എല്ലാ പ്രദേശത്തെയും മദ്രസകളിലെയും അതുപോലെ യുവാക്കളെയും പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ പരിപാടിയിൽ സജീവമായി ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നിയാസ്, അതുപോലെ തന്നെ അമീർ ആവികാൽ, ഉമേർ LK, CV മുഹമ്മദ്, അതുപോലെ തന്നെ നാട്ടിൽ ഇതിനെ ഉപരിതലത്തിൽ ഇതിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് A അബ്ദുല്ല, PK മുഹമ്മദ് കുഞ്ഞി, അതുപോലെ തന്നെ KK ജാഫർ, KK ബദറുദ്ദീൻ, ഒരുപാട് പേരുകളുണ്ട്. സലാം സി, സജീർ CH, റാഷിദ് PK, ഷബീർ മണ്ഡ്യൻ. ഞങ്ങളുടെ മീഡിയ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഓരോ ദിവസവും ഇതിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടികളെ കുറിച്ചുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ വാട്സപ്പൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അനിസ്ലാമികമായ ഒരു പോസ്റ്റർ പോലും അതിലേക്ക് വരാത്ത രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് 4 മണിക്കൂർ കൊണ്ട് ഏകദേശം 4 ലക്ഷം രൂപ ഈ പ്രവർത്തകരിൽ നിന്ന് മാത്രം സംഘടിപ്പിക്കുകയും അതിന്റെ നേതൃത്വം വഹിക്കുകയും ചെയ്ത ഒരുപാട് പ്രവർത്തകരുടെ പേരുകളുണ്ട്. ഇനിയും പേരുകൾ പറഞ്ഞാൽ ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിട്ടുപോയ പേരുകൾക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അടുത്തതായി നമ്മുടെ ഈ വേദിയിലേക്ക് നമ്മുടെ ദുബായിലെ മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന MK അബ്ദുല്ല അറങ്ങാടിയും അതുപോലെ മുനീർ സൽക്കയും ഇവിടെ എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ 2 വാക്കുകളിൽ MK അബ്ദുല്ല സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുകൊണ്ടായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് എസ് മുഹദ്ദീൻ, ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം നിർവഹിച്ച കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ചെയർമാനും നമ്മുടെ ജില്ലയിലെ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ സാന്നിധ്യമായി ജില്ലയിൽ നമുക്ക് ശക്തമായി നൽകുന്ന ബഹുമാനപ്പെട്ട നമ്മളൊക്കെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട ക്ലബ്ബ് സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ മുഴുവനായ പ്രവർത്തകർ, സംസ്ഥാന KMCCയുടെ ആക്ടിംഗ് സെക്രട്ടറി ഷുക്കൂർ, ജില്ലാ KMCCയുടെ ട്രഷറർ മുനീർ ചെർക്കള, അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് പ്രഖ്യാപന നടത്തിയ ജാബിർ ഹുദവി ഷാദി താരടക്കം, അതുപോലെ തന്നെ അസൈനാർ മദനി, മറ്റ് വെറ്ററിനറി നേതാക്കന്മാരും സ്ഥലപ്പെട്ടവരെ കഴിഞ്ഞ റമളാനിന് മുമ്പിൽ വടകര മുഖ്യന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു വലിയൊരു പരിപാടിക്ക് ശേഷം രണ്ടാമത് അതേ മസലിൽപ്പെടുന്ന കാർഗിൽ നിവാസികളുടെ ഒരു കൂട്ടായ്മയും അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തനം നാട്ടിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ പ്രവർത്തന ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാഞ്ഞങ്ങാട് മേഖലയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലകളിൽ വളരെ ശക്തമായ രീതിയിൽ ദീനീ വിജ്ഞാന രംഗത്ത് സുദീർഘമായ സേവനങ്ങൾ, വ്യത്യസ്ത പരിപാടികൾ കൂടി വളർന്നു വരുന്ന യുവതലമുറകളെ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ അടിമപ്പെടാതെ നമ്മുടെ ഇസ്ലാമിക സംസ്കാരം പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് മുന്നോട്ട് നയിക്കാൻ കൈവിട്ട പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു മഹൽ കമ്മിറ്റികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഓസ്ട്രേലിയയോടൊപ്പം ജമാഅത്തിന്റെ കീഴിലുള്ള മറ്റ് കാർഗിലായാലും അദ്ദാദായാലും വടകരമുക്കായാലും ബദ്രാനഗറിന്റെ ഭാഗമായാലും ആബിക്കറിന്റെ ഭാഗമൊക്കെ സജീവമായ രീതിയിൽ ജീവകാല രംഗത്തും മറ്റെല്ലാ രംഗത്തും സജീവപ്പെടുത്തുന്ന പ്രദേശമാണ്. ഖുർആനിലൂടെ ഒരു യാത്ര എന്ന വെള്ളയിൽ നമുക്ക് വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആ ഒരു പരിപാടി. നമുക്കറിയാം, ഖുർആനിലൂടെ യാത്ര, ഒരു ഖുർആൻ നമുക്കറിയാം ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി ഇറങ്ങിയതല്ല, മാനവ സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ഖുർആൻ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തുടക്കവും അവന്റെ അവസാനവും ഏതൊക്കെ രീതിയിൽ ആണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാനും അധർമ്മത്തിനെ വിച്ഛേദിക്കാനും സത്യത്തിന് വേണ്ടി പൊരുതാനും അസത്യത്തിനെതിരെ നിലകൊള്ളാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ കൂടി നമുക്ക് കാണാം. ആ ഖുർആൻ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം വിജയിച്ചു. ആ ഖുർആന്റെ ജീവിതത്തിൽ പകർന്നുകൊണ്ട് ഉത്തമ സമുദായത്തിന്റെ വക്താക്കളാകാൻ നമുക്ക് ഇത്തരമുള്ള സംരംഭം പ്രയോജനമാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുക്കുള്ള സാഹിബ്, അദ്ദേഹം ഞങ്ങളെ പോലും അറിയിക്കാതെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, വിശ്രമിക്കാനെന്ന രീതി. അദ്ദേഹത്തെ ഞാൻ വൈകിട്ട് റൂമിൽ പോയി കാണുകയും കാഞ്ഞങ്ങാട് മേഖല പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നിങ്ങൾ അവിടെ പങ്കെടുക്കണം നിർബന്ധമായി എന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാടുള്ള സ്നേഹവും നമ്മളുള്ള കാഞ്ഞങ്ങാട് പ്രദേശക്കാരുള്ള സ്നേഹവും അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ആ റെസ്റ്റ് എടുക്കാൻ വന്ന ചെറുക്കുള്ള സാഹിബ് ഉച്ചയ്ക്ക് ഇവിടെ ഇറങ്ങുകയും ഒന്ന് കടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത നമ്മുടെ പരിപാടിയിലേക്ക് വരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ കാഞ്ഞങ്ങാട് നിവാസികൾക്ക് വേണ്ടി ഇവിടെ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് ഞാൻ വാക്കുകൾ വിസ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, ഒരു 7 മിനിറ്റ് കൂടിയിട്ടാണ്, അത്രയേ ഉള്ളൂ, കൂടുതലില്ല. ഇല്ല, ഓക്കെ, സമ്മതിച്ചു. കാരണം നമ്മുടെ ഫുഡിന്റെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞൊരു 15 മിനിറ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വേഗം കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് അസൈനാർ മദനി നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന നമ്മുടേതായ ഭാഷയിൽ ഒരു 10 മിനിറ്റ്, കാരണം നമ്മുടേതായ തനി മീനാഫീസ്
ഭാഷയിൽ തന്നെ നിങ്ങളോട് സംവദിക്കുന്നതാണ്. ഉസ്താദ് അലഹിന്റെ ഔക്കാഫ് പ്രതിനിധിയാണെങ്കിലും ഇപ്പം മീനാപീസുകാരനെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനും ഇപ്പൊ കാർഗിലാണ്. അതിനു മുമ്പ് ആശംസകൾക്കായിട്ട് അടുത്തായി നമ്മുടെ അബ്ദുറഹ്മാൻ മണ്ഡ്യൻ 2 വാക്ക് അദ്ദേഹത്തിന്റെ വായിലൂടെ തന്നെ ആശംസകൾ പറയുന്നു.